ഹായ് ഫ്രണ്ട്സ്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഈ ഒരു BL എക്സ്പ്ലെയിനർ ഫുജോഷി ചാനൽ ഇനി ഉണ്ടാവത്തില്ല. ഈ ഒരു മാസം കൂടെ ഉള്ളൂ. ഈ ഒരു മാസം 20-ാം തീയതി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കോളേജിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. +2 ഞാനിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പലർക്കും അറിയാം. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ബാംഗ്ലൂരാണ്. ഞാൻ ഓൾറെഡി ഒരിക്കൽ ബാംഗ്ലൂരൊക്കെ പോയി വന്നു. അപ്പോൾ ഈ ചാനലിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഒരുപക്ഷേ എനിക്ക് ഹോസ്റ്റലിലോട്ട് പോയി നിൽക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കാം. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന റൂംമേറ്റ്സ് എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ശല്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല റെക്കോർഡ് ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ട്. രണ്ടാമത്തെ കാര്യം, എല്ലാവരും LGBTQ സപ്പോർട്ടറല്ല. അതുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമാണ്, എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവരെ ആ ഒരു താല്പര്യം മാനിക്കാതെ എനിക്കൊരിക്കലും ചെയ്യാനായിട്ട് പറ്റുന്നൊരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഡെഫിനറ്റ്ലി ഞാൻ BL ചാനലിൽ വീഡിയോ ഇടത്തുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പോൾ മിനിഞ്ഞാന്നൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, റീസെറ്റ് ഞാൻ BL ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട്. അത് ചോദിക്കാനുള്ള മെയിൻ കാരണം, എനിക്ക് പോകുന്നതിന് മുന്നേ ഒരു നല്ലൊരു സീരീസും കൂടെ ഇട്ട് തീർക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ ഇട്ടോട്ടിരിക്കുന്ന ഫോർ എവർ യു ഒൺലി ഫ്രണ്ട്സ് ഡ്രീം ഓൺ. അതിൽ ഒൺലി ഫ്രണ്ട്സ് ഡ്രീം ഓൺ ഒരൊറ്റ എപ്പിസോഡേ ബാക്കിയുള്ളൂ. അത് ഞാൻ എത്രയും പെട്ടെന്ന് ഇട്ട് തീർക്കും. പിന്നെ ഫോർ എവർ യു എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടി നടക്കുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് ഡ്രാമ ഒരുപക്ഷെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയേക്കാം. കാരണം സ്ട്രെയിറ്റ് ഡ്രാമ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും കാണുന്നൊരു സംഭവമാണ്. സോ എൻ്റെ റൂംമേറ്റ്സിന് LGBTQ ഇഷ്ടമല്ലെങ്കിലും സ്ട്രെയിറ്റ് ഡ്രാമ അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറയുന്നൊരു സംഭവം എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. സോ അവർ എന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചാനലിൽ വീഡിയോ വന്നേക്കാം. നിങ്ങളതുകൊണ്ട് കാണുകയാണെങ്കിൽ ഒരിക്കലും വിചാരിക്കരുത് ഫസ്റ്റ് ചാനൽ ഒഴിവാക്കി പോയിട്ട് സെക്കൻഡ് ചാനൽ ഇടാനായിട്ട് നിൽക്കുകയാണെന്ന്. കാരണം ഞാൻ റീസൺ അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവർക്കും LGBTQ പറ്റുന്നൊരു പരിപാടിയല്ല. ഒരിക്കലും നമുക്ക് ഒരാളെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. ചിലപ്പോൾ ചിലർക്ക്, അതായത് നമ്മളൊക്കെ ആദ്യം എങ്ങനെയാണോ BL ഫാൻ ആയത്, അതുപോലെ തന്നെ ഒരു BL സീരീസ് എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിട്ട് അയാൾ ഫാൻ ആയേക്കാം. പക്ഷേ എല്ലാവരും ഒരിക്കലും ഒരു ഫാൻ ആവത്തില്ല. ചിലരെയാണെങ്കിൽ LGBTQ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടി കളിയാക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ വേണോ ക്രിയേറ്റ് ആവും. സോ കോളേജിൽ ഒരിക്കലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ ചാനലും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകത്തില്ല. കാരണം എനിക്ക് ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആവണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് നന്നായിട്ടിരിക്കണമെന്നാണ് ആഗ്രഹം. ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന സെൽഫിഷ്നെസ് ആയിരിക്കാം, ബട്ട് എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ ലീവിന് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ചാനൽ നിർത്താണെന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ എല്ലാവരും ഓരോരോ വഴിക്ക് ചാനലിട്ടിട്ട് അങ്ങ് പോയേക്കരുത്. എല്ലാവരും ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ഇട്ട് എന്തെങ്കിലും അറിയിക്കാനായിട്ട് വല്ലതും നോക്കും, എനിക്കിടാൻ പറ്റും എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ഡ്രാമ ഇട്ടേക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BL ഞാൻ ചെയ്തില്ലെങ്കിലും സ്ട്രെയിറ്റ് ഡ്രാമ ചാനലിൽ വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പഠിത്തത്തിൽ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോളേജിലുള്ള ഒരു സമയത്ത് ഞാൻ ഒരു ചാനലിൽ ഒന്നും ഇടാനായിട്ട് നിൽക്കത്തില്ല. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും കാണണം. ആരും കാണാതെയൊന്നും ഇരിക്കരുത്. കാണുന്നവർ മൊത്തം കാണുക. മൊത്തം കണ്ടിട്ട് പിന്നീട് ആരും എന്താ വീഡിയോ ഇടാത്തത്, ഇന്ന സീരീസ് എന്താ ബാക്കി ഇടാത്തത്, അങ്ങനെയൊന്നും ചോദിക്കാനായിട്ട് വന്നേക്കരുത്. കാരണം ഞാൻ പലർക്കും ഒരുപാട് തവണ റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അവരാരും ആ റിപ്ലൈ കാണത്തുമില്ല. അതുകൊണ്ട് തന്നെ അവർ വേറെ വീഡിയോയിൽ വന്നിട്ട് എന്താ ഇടാത്ത വീഡിയോ, എന്താ ഇടാത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എത്ര റിപ്ലൈ എടുത്താലും പലരും അത് കാണാറില്ല. പക്ഷേ ഒരുപാട് പേര് കാണാറുണ്ട്, അങ്ങനെയല്ല. പക്ഷേ ചിലരൊന്നും കാണാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടി എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വീഡിയോസ് ഇനി കാണാത്തത് കൊണ്ട് ആരും എന്താ കാര്യമെന്നൊന്നും ചോദിച്ച് വന്നേക്കരുത്. ഇതാണ് റീസൺ, ഞാൻ പോവുകയാണ്. പിന്നെ റീസെറ്റ് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇട്ടിട്ടേ പോകത്തുള്ളൂ. അതും ഉറപ്പില്ല. പക്ഷേ എനിക്ക് പോകുന്നതിന് മുന്നേ ഒരു സീരീസ് തരണം എന്നൊരു വല്ലാത്തൊരു ആഗ്രഹം തോന്നിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും പറയാനുള്ളവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്ക്. അതിനെല്ലാം ഞാൻ വായിച്ചിട്ട് റിപ്ലൈ തരാം. ഉറപ്പായിട്ടും ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ച് ഉറപ്പായിട്ടും എല്ലാ കമൻറ്റ്സും ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷം ആയിട്ടുണ്ടായിരുന്നു. ഇത്രയും വരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും കിട്ടിയതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ 13K ഉള്ളൊരു ഫാമിലിയായി മാറി, അതിലും ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും നേരം ഞാൻ ഈ വലിച്ചു നീട്ടി പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ അടുത്തും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അത് മാത്രമല്ല, ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ തുടങ്ങിയൊരല്പം കഴിഞ്ഞപ്പോൾ തൊട്ട് വന്ന് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന എല്ലാവർക്കും സത്യം പറഞ്ഞ താങ്ക് യു സോ മച്ച്. ലൈവ് വരുമ്പോഴായാലും എപ്പോഴും വിശേഷം ചോദിക്കുകയും സംസാരിക്കുകയും ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരുടെ അടുത്തും ഒരു സ്പെഷ്യൽ താങ്ക്സ് ആണ് പറയാനുള്ളത്. നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീട്ടിൽ തനിച്ചാണെങ്കിൽ പോലും നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നതാണ് സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. ഭയങ്കരമായിട്ട് ചിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റി. സോ എല്ലാത്തിനും ഒരു ബിഗ് താങ്ക്സ്. എപ്പോഴെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും. സോ താങ്ക് യു.